ബസ്സുകളിൽ നിന്ന് മാല മോഷ്ടിക്കുന്ന സംഘം കോട്ടയം രാമപുരത്ത് പിടിയിലായി. വയോധികയുടെ മാല മോഷ്ടിച്ച കേസിലാണ് 4 പേർ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ നാഗവല്ലി, ശങ്കരി, ജയറാം, തങ്കപ്പാണ്ടി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനുണ്ട്. ടോബിയിലേക്ക് പോകുന്നതിന് മുൻപ് ടോബി, ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ. നേരത്തെ ഈ വാർത്ത നേരത്തെ നമ്മൾ നൽകിയിരുന്നു. ഇതിൽ ഒരു ചിത്രം വന്നിരുന്നത് യഥാർത്ഥത്തിൽ അത് മാറിപ്പോയതാണ്. കോട്ടയം തൃക്കൊടിത്താനത്ത് നടന്ന മറ്റൊരു മോഷണ കേസിലെ പ്രതിയുടെ ചിത്രമായിരുന്നു നേരത്തെ ആ വാർത്തയിൽ ഞങ്ങൾ കാണിച്ചത്. അതൊരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായതാണ്. 2 മോഷണ കേസുകൾ കോട്ടയത്ത് നിന്ന് വന്ന സാഹചര്യത്തിലാണ് ആ ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടായത്. അങ്ങനെ ഒരു തിരുത്ത് ഇവിടെ ഞാൻ പറയുന്നു. ടോബി ജോൺസണിലേക്ക് പോകുന്നു. ടോബി, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ഗോപി, 2025 അതായത് ഈ വർഷം മാർച്ച് 21-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്നുമാണ് 78 വയസ്സ് പ്രായമുള്ള വയോധികയുടെ 2.5 പവന്റെ മാല മോഷണം പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാമപുരം പോലീസ് വിശദമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ അത് എത്തിയിരുന്നത് 2 സ്ത്രീകളിലേക്കാണ്. അവർ തമിഴ്നാട് സ്വദേശികളാണ്. ഒരാളുടെ പേര് വല്ലി എന്നും മറ്റൊന്ന് നാഗവല്ലി എന്നും പറയുന്ന 2 പേരിലേക്കാണ് എത്തി നിന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഒരാൾക്ക് 5ഓളം കേസുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് ഇവരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇവരോടൊപ്പം തന്നെ ഇവരുടെ ഭർത്താക്കന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോഷണം മുതൽ വിറ്റത് ഇവരാണെന്നാണ്, ഈ ഭർത്താക്കന്മാരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 പേരെയാണ് രാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.